ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹാത്തിയോം കി രഹ് ഗുസർ എന്നൊരു ഘടനാവർണ്ണൻ, ഒരു ഇവൻറ്റ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു വെച്ചിരുന്നു അല്ലേ. നമ്മുടെ യാദവേന്ദ്ര ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ള യാദവേന്ദ്ര ഋഷികേശിൽ നിന്നും ഹരിദ്വാറിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് ഒരു നേർത്ത നദി ഉണ്ടായിരുന്നു. ആ നദീൻ്റെ രണ്ട് ഭാഗത്തും ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്, അപ്പോൾ വണ്ടികളെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ആനകൾ റോഡ് ക്രോസ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോൾ അയാൾക്ക് എന്നൊരു ആവേശമായിരുന്നു, ആനനെ കാണും എന്നുള്ള ഒരു ആവേശമായിരുന്നു. പക്ഷേ ഇതുവരെയും ആനനെ കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ, പക്ഷേ അന്നത്തെ യാത്രയിൽ എന്താണ് സംഭവിച്ചത്? ഇസ് ബാർ വഹാം പഹുഞ്ചത്തെ ഹി ഹമേം നദി കി ദോനും തരഫ് ഘാഡിയാം ഗഡിദിഗി. ഇത്തവണ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ നദിയുടെ രണ്ട് സൈഡിലും വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഹം ബി ഘടെ ഹോഗയെ, ഞങ്ങളും അവിടെ നിന്നു, അവരും അവിടെ നിർത്തേണ്ടി വന്നു. അന്തേര ഹോനെ ലഖാത, ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇസ്ലിയെ കുച്ച് ലോഗോം നെ അപ്പിനി ഗാഡിയോം കി ഹെഡ്ലൈറ്റ് ജലാലി തീ. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ തൻ്റെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. മേരി നസർ സാംനെ ഏക് ബഡേ ഹാത്തി പർ പടി. എൻ്റെ കണ്ണ്, എൻ്റെ കാഴ്ച മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ ആനയിൽ പതിച്ചു. എൻ്റെ ദൃഷ്ടി മുന്നിൽ നിൽക്കുന്ന വലിയൊരു ആനയിൽ പതിച്ചു. മേം നെ ഇത്ന ബഡാ ഹാത്തി പഹലെ കബി നെഹിം ദേഖാത. ഞാൻ ഇത്രയും ഒരു വലിയ ആനയെ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഉസ്കെ 60-70 മീറ്റർ पीछे लगभग 20 छोटे बड़े हाथियों का एक झुंड गोल बांधकर खड़ा था. उसके 60-70 മീറ്റർ പീച്ചെ, അതിൻ്റെ 60-70 മീറ്റർ പിന്നിൽ ലഗ്ഭഗ് 20 ചോട്ടെ ബഡേ ഹാത്തിയോം കാ ഏക് ചൂണ്ട്, ഏകദേശം 20 ചെറുതും വലുതുമായ ആനകളുടെ കൂട്ടം ഗോൾ ബാന്ധക്കർ ഘടാധ, വട്ടം പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ വലിയൊരു ആനനെ കണ്ടു. ആനൻ്റെ ബാക്കിൽ ഒരു ഏകദേശം 60-70 മീറ്റർ പിന്നിൽ ഒരു ഏകദേശം 20 ചെറുതും വലുതുമായ ആനകളുടെ ഒരു കൂട്ടം അങ്ങനെ വട്ടം പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനായിരിക്കും ആന ഇങ്ങനെ കൂട്ടം നിൽക്കുന്നത്? ഹാത്തിയോം നെ വഹ് ചൂണ്ട് അപ്നെ ബച്ചോം കെ ബീച്ച് മേം രഖ്നെ കെ ലിയെ ബനായാ താ. ആനകളുടെ ആ കൂട്ടം അപ്പിനെ ബച്ചോം കെ ബീച്ച് മേ, തൻ്റെ കുട്ടികളെ സെൻറ്ററിൽ നടുവിൽ രഖ്നെ കെ ലിയെ ബനായാ താ, തൻ്റെ കുട്ടികളെ നടുവിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ബച്ചെ ബീച്ച് മേം ദേ, കുട്ടികൾ സെൻട്രലിലായിരുന്നു. അവർ ബഡേ ഹാത്തിയോംനെ ഉന്നെ ചാരോ തരഫ് സെ ഘേർ രഖാത. വലിയ ആൾക്കാർ, വലിയ ആനകൾ എന്ത് ചെയ്തു? അവരെ 4 ഭാഗങ്ങളിലുമായിട്ട് വലയം വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ സെൻറ്ററിലും വലിയ ആനകളൊക്കെ അവർ 4 ചുറ്റോടിട്ട് 4 ഭാഗത്തും ഇങ്ങനെ വലയം വെച്ചിട്ടുണ്ടായിരുന്നു. ലേക്കിൻ ബച്ചെ തോ ബച്ചെ ടെഹരെ, എന്നാൽ കുട്ടികൾ എന്താണ്? കുട്ടികൾ തന്നെയാണ്. ഹർ ദൂസരെ മിനിറ്റ് പർ കോയിന കോയി ബച്ച ഗേരാ ദോടുക്കർ പാഹർ നിക്കൽ ജാത്താ. ഹർ ദൂസരെ മിനിറ്റ് പർ, ഓരോ 2 മിനിറ്റിലും കോയിന കോയി ബച്ച, ഏതെങ്കിലും ഒരു ആനക്കുട്ടി ഗേരാ ദോടുക്കർ ബാഹർ നിക്കൽ ജാത്താ, ആ വലയം പൊട്ടിച്ചിട്ടെന്തോ പുറത്തേക്ക് പോകുമായിരുന്നു. ബഡേ ഹാത്തി ഉസേ പക്കടുക്കർ ഗേരേ മേം ലേ ആത്തേ, വലിയ ആന അതിനെ പിടിച്ചിട്ട് ആ വലയത്തിൽ കൊണ്ടുവരും. സബ് ബഡാ മസേദാർ താ, എല്ലാം വളരെ വലിയ രസകരമായിരുന്നു. ഇവർ വണ്ടിയിലിരുന്നിട്ട് ഇതൊക്കെ കാണാണ്. ചെറിയ ആനകളൊക്കെ നടുവിൽ സെൻട്രലാക്കി വലിയ ആന അങ്ങനെ ചുറ്റും വലയം വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവർ ഓരോ കുട്ടികൾ എന്ത് ചെയ്യും? പുറത്ത് ചാടും. വലിയ ആനകൾ വന്നിട്ട് പിന്നെയും അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അങ്ങനെ ഓരോരോ തമാശകൾ, ഓരോ രസങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലേക്കിൻ സബ്സെ ജ്യാദ കൗർ തലബ് ദാ, എന്നാൽ ഏറ്റവും വലിയ ശ്രദ്ധ ആകർഷിച്ച എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു സർദാർ ബഡേ ഹാത്തി കാ കുൻബേ കി അഗ്വായി കാ ടങ്. സർദാർ, അതായത് ആ കൂട്ടത്തിലെ വലിയ ആന, കുൻബേക്ക് അഗ്വായി കാ ടങ്, ആ കൂട്ടത്തിലെ വലിയ ആന കുടുംബത്തെ നയിച്ച രീതി, ആ നേതൃത്വ രീതിയാണ് ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചിരുന്നത്. ഹാത്തിയോം കാ ചൂണ്ട്
ജഹാം കാത്തഹാം ഗഡാരഹ. ആനകളുടെ കൂട്ടം എവിടെയാണോ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സർദാർ സദേ ഖദമോം സേ തീനോം തരഫ് ദേഖ്താ ഹുവാ ധീരെ ധീരെ സഡക് തക് ആയാ. സർദാർ സദേ ഖദമോം സേ. ആ വലിയ ആന ശ്രദ്ധയോടെ ചുവട് വെച്ചിട്ട് തീനോം തരഫ് ദേഖ്താ ഹുവ, 3 സൈഡിലേക്ക് 3 വശവും നോക്കി, ധീരെ ധീരെ സഡക് തക് ആയ, മെല്ലെ മെല്ലെ റോഡിലേക്ക് വന്നു, റോഡ് വരെ വന്നു. സഡക് പർ പഹൂഞ്ച് കർ ഉസ്നെ ചൗദി തരഫ് യാനി പീച്ചെ മുഡ്കർ ബി ദേഖ. സഡക് പർ പഹൂഞ്ച് കർ, റോഡിലെത്തിയതിൻ്റെ ശേഷം, റോഡിലെത്തിയിട്ട് ഉസ്നെ ചൗദി തരഫ്, അത് 4ാമത്തെ സൈഡിലേക്ക്, യാനി പീച്ചെ മുഡ്കർ ബി ദേഖ, അതായത് പിൻഭാഗത്തേക്ക്, ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് നോക്കി. വഹ് ഷായത് പൂരി തസല്ലി കർ ലേന ചാഹ്താ താ. അത് പൂർണ്ണമായിട്ടും അത് ആശ്വസിക്കുകയായിരുന്നു, എന്താണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പൂർണ്ണമായ ആശ്വാസം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഉൻകെ കി എന്താണ് കി ഉൻകെ കുൻബേ പർ കോയി ഖതര നഹീം ഹേ. എന്താണ്, എൻ്റെ കുടുംബത്തിന് ഒരു അപകടവും ഇല്ല എന്നുള്ളൊരു പൂർണ്ണ ആശ്വാസം നേടാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. സർദാർ ഹാത്തി ബീച്ച് സഡക് പർ 2-3 മിനിറ്റ് ഗഡാ രഹ. സർദാർ ഹാത്തി റോഡിൻ്റെ സെൻറ്ററിൽ 2-3 മിനിറ്റ് നിന്നു. ഫിർ ചാരോം തരഫ് ഏക് ഗോൾ ചക്കർ ലഗായ. എന്നിട്ട് വീണ്ടും 4 സൈഡിലേക്കും ഒന്നിങ്ങനെ വട്ടം കറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി. ഇസ്കെ ബാദ് സഡക് പാർ കർ ഗംഗാ നദി കി തരഫ് വാലെ ജംഗൽ കി ഓർ ചലാ. അതിൻ്റെ ശേഷം റോഡ് ക്രോസ് ചെയ്തിട്ട് ഗംഗാ നദി കി തരഫ് വാലെ, ഗംഗാ നദിയുടെ നേരെയുള്ള ജംഗൽ കി ഓർ ചല, കാട്ടിലേക്ക് നടന്നു. ഖരീബ് 50 മീറ്റർ ആകെ ജാക്കർ വഹ് രുക്കയ. ഏകദേശം 50 മീറ്റർ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്നു. ഉസ്നെ ഫിർ സേ മുഡ്കർ ദേഖ. എന്നിട്ട് അത് പിന്നീട് തിരിഞ്ഞിട്ട് നോക്കി. ചാരോം തരഫ് തേക്ക് പൂരി തസല്ലിക്ക്. 4 സൈഡിലേക്കും നോക്കിയിട്ട് പൂർണ്ണ ആശ്വാസമായി, പൂർണ്ണ സമാധാനമായി അല്ലേ, 4 ഭാഗത്തേക്കും നോക്കിയിട്ട്. ഫിർ വാപ്പസ് മുഡ്കർ അപ്നെ കുൻബേ കി തരഫ് ചലാ. എന്നിട്ട് തിരിച്ച് നടന്നിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ നേരെ നടന്നു. ബീച്ച് സഡക് പർ ടഹർ കർ ഉസ്നെ ഫിർ ചാരാ തരഫ് ദേഖ. റോഡിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് അത് വീണ്ടും ചാരാ തരഫ് ദേഖ, 4 ഭാഗത്തേക്കും, ചാരോം തരഫ് ദേഖ, 4 ഭാഗത്തേക്കും വീണ്ടും നോക്കി. ഔർ അപ്നെ കുൻബേ കെ പാസ് ആയ. എന്നിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് വന്നു. കുൻബ ധീരജ് സെ അപ്നെ സർദാർ കാ ഇന്തസാർ കർത്താ ഘടാത. കുടുംബക്കാർ, ഈ ആനയുടെ ഫാമിലി, ആൾക്കാർ എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ് അല്ലേ. അവരെല്ലാവരും ക്ഷമയോടെ ധൈര്യത്തോടെ സർദാർ ആനേനെയും പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. സർദാറിനെ ഉൻസെ ക്യാ കഹ. സർദാർ അവരോട് എന്തോ പറഞ്ഞു. സർദാർ എന്ന് പറഞ്ഞാൽ ഈ വലിയ ആന കേട്ടോ. അത് വന്നിട്ട് അവരോട് എന്തോ പറഞ്ഞു. യഹ് തോ ഹം നെഹീൻ ജാൻതെ. അത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ലേക്കിൻ ഹം നേ ദേഖ. എന്നാൽ ഞങ്ങൾ കണ്ടു. ആന വന്നിട്ട് ഈ കുട്ടികളോടൊക്കെ, ആ വലിയ സർദാർ ആന വന്നിട്ട് ഇവരോടൊക്കെ എന്തോ പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ ഇവരെന്താ കണ്ടത്? ഞങ്ങൾ കണ്ടത് കി എന്തെന്നാൽ സർദാർ ഹാത്തി ആകെ സർദാർ ഹാത്തി മുന്നിലും, ഔർ ഉസ്കാ കുൻബ പീച്ചെ ഗംഗാ കി തരഫ് പടാ. അതിൻ്റെ കുടുംബക്കാർ പിന്നിലുമായിട്ട് ഗംഗാ നദിൻ്റെ നേരെ പോവാണ്. അങ്ങനെ സർദാർ ഹാത്തി എന്തോ വന്ന് പറഞ്ഞു. അങ്ങനെ സർദാർ ഹാത്തി മുന്നിലും ആ കുടുംബക്കാരെല്ലാവരും കൂടി ബാക്കിലുമായിട്ട് ഇങ്ങനെ ഗംഗാ നദിൻ്റെ നേരെ പോവാണ്. സഡക് പർ സർദാർ ഹാത്തി ഏക് ബാർ ഫിർ ഖടാ ഹുവാ. റോട്ടിൽ സർദാർ ഹാത്തി ഒരിക്കലും കൂടി വീണ്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ചാരോം തരഫ് ദേഖ. 4 ഭാഗം നോക്കി. റോഡിലെത്തിയിട്ട് ആദ്യം റോഡിലിങ്ങനെ നിന്നു, എന്നിട്ട് 4 ഭാഗം നോക്കി. ഔർ ഗംഗാ കി തരഫ് കദം ബടാ ദിയേ. അങ്ങനെ ഗംഗാ നദിൻ്റെ നേരെ മുന്നോട്ട് പോയി. പീച്ചെ ഉസ്കാ പൂരാ കുൻബ പാനി പീനെ കെ ലിയെ ജംഗൽ മേം ചല ഗയാ. പീച്ചെ പിന്നിലായിട്ട്
ആന സർദാർ ഹാത്തി മുന്നിലും അതിൻ്റെ പിന്നിൽ ഉസ്കാ പൂരാ കുൻബ അതിൻ്റെ എല്ലാ കുടുംബക്കാരും മുഴുവൻ കുടുംബക്കാരും പാനി പീനെ കേലിയെ ജംഗൽ മേം ചല ഗയാ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് നടന്നു പോയി. അപ്പോൾ വലിയ ആന മുമ്പിലും പോയി, ബാക്കി എല്ലാ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ആനകളും അതിൻ്റെ കൂടെ ആ ഒരു ഗംഗാനദിൻ്റെ നേരെ അവിടേക്ക് ഗംഗാനദിൻ്റെ നേരെയുള്ള കാട്ടിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. मेम ने इससे पहले इतनी संजीदगी और धीरज के साथ अपना फर्ज निभाते किसी को नहीं देखा था. ഞാൻ ഇതിന് മുമ്പ് ഇത്രയും സീരിയസോടുകൂടി, ഇത്രയും ക്ഷമയോടും സീരിയസോടും കൂടി തൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ആരെയും കണ്ടിട്ടില്ലായിരുന്നു. ഒരു ആന അല്ലെ, ഒരു മൃഗമാണ് അതിൻ്റെ കുടുംബക്കാർ എത്രയും ഉത്തരവാദിത്തത്തോടെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥാകൃത്ത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ള യാദവേന്ദ്ര ഇതിൻ്റെ മുമ്പ് ഇത്രയും സീരിയസോടും കൂടിയും ധൈര്യത്തോടു കൂടിയും തൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ഒരാളെയും കണ്ടിട്ടില്ലായിരുന്നു. കിസി ഇൻസാൻ കോ ബി നഹീം, ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായ ഒരു ആനനെ കണ്ട സംഭവമാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ.